ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷമ്മ എന്നായിരിക്കും. എസെക്കിയേൽ പ്രവചനം 48 അധ്യായം 35 വാക്യം. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേരെന്ന നമ്മുടെ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചനം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം അതിൻ്റെ 35 വാക്യം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇനിമേൽ നഗരത്തിന്റെ പേര് യാഹ്വേ ഷമ്മ എന്നായിരിക്കും. ആമേൻ. ബൈബിളില് 365 തവണ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദിവസം 1 എന്ന കണക്കിൽ, ഒരു ദിവസത്തിന് ഒരു തവണ എന്ന കണക്കിൽ 365 തവണ പറഞ്ഞിരിക്കുന്നതായി പറയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇതാണ്: ഭയപ്പെടേണ്ട. അത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട കഴിഞ്ഞ് ഭയപ്പെടേണ്ടയോട് ചേർന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതാണ്: ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ. യാഹ്വേ ഷമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിന്റെ കൂടെയുണ്ട്, ദൈവം കൂടെ ഉണ്ട്. ആമേൻ. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനായാലും എന്നെ കേൾക്കുന്ന നിങ്ങളായാലും നമുക്കെല്ലാവരുടെയും ജീവിതത്തിനകത്ത് നമ്മൾ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ, വാഗ്ദാനം ചെയ്തവർ, പ്രതിസന്ധികളുടെ മുൻപിൽ ചിലപ്പോൾ നമ്മളെ ഒറ്റയ്ക്കാക്കി അവർ മുങ്ങിക്കളയും, ഓടിക്കളയും. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ അവരാരും നമ്മുടെ കൂടെ കാണത്തില്ല. എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്റെ കൂടെ എപ്പോഴും കാണും എന്ന് പറയുന്ന സുഹൃത്തുക്കളും കാണുമായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ ഓരോ സീസണിലും നമ്മൾ എത്തുമ്പോൾ, ഈ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പലരും കൂടെ കാണത്തില്ല. അവരൊക്കെ നമ്മളെ ഉപേക്ഷിച്ച് പോകും. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ഉപേക്ഷിച്ച് പോകാതെ നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മളോട് കൂടെയുള്ള ഒരുവനേ ഉള്ളൂ. അവൻ യാഹ്വേ ഷമ്മ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അവസാനത്തെ അധ്യായം 28 അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്: യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണ്: ദൈവം നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ദൈവം നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മളോട് കൂടെ കാണും. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. അല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല. ആ പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. നമ്മൾ വിചാരിക്കും എൻ്റെ കൂടെ ദൈവമില്ല എന്ന്. ഇല്ലല്ല, ദൈവമില്ലാത്തതല്ല, അത് കാണാൻ പറ്റാത്തതാണ്. അത് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിവേചന വരം ചിലപ്പോൾ നമുക്ക് ആക്റ്റീവ് ആകാത്തത് കൊണ്ട് ആ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അറിഞ്ഞോ, ഒരു യുദ്ധവും നീ ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്. ഒരു യുദ്ധവും നീ ജയിക്കുന്നതും നീ ഒറ്റയ്ക്കല്ല. യാഹ്വേ ഷമ്മയായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. ആ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നിനക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ പണ്ട് തീരേണ്ടതായിരുന്നു. ജീവിത പ്രതിസന്ധികളിൽ പലതവണ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഞാനും പലതവണ മുൻപൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുള്ളൂ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ, ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ മുന്നിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എന്തിനായി തീർത്തേക്കാം എന്നൊക്കെ പലതവണ ചിന്തിച്ചു. പക്ഷേ കൂടെ നടക്കുന്ന ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം, ആ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് തീർന്നില്ല, തകർന്നില്ല, നശിച്ചില്ല. നശിപ്പിക്കാനും തകർക്കുവാനും തീർക്കാനും നോക്കിയവരുടെ മുൻപിൽ ജയാളിയാക്കി അവൻ എന്നെ നിലനിർത്തി. അതുകൊണ്ട് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും: യാഹ്വേ ഷമ്മ നിന്റെ കൂടെയുണ്ട്. നിന്നെ തീർക്കുമെന്ന് പറഞ്ഞ് നിനക്കെതിരെ വെല്ലുവിളിച്ചു വരുന്ന പൈശാചിക ശക്തികളുടെ മുൻപിൽ ദൈവം നിന്നെ ജയാളിയാക്കി നിർത്തും. നിന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ ദൈവം നിന്റെ കൂടെ നിന്ന് നിന്നെ ജയാളിയാക്കി മാറ്റും. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വരുന്ന പൈശാചിക ശക്തികളുടെ മുൻപിൽ കർത്താവ് നിന്നെ ജയാളിയാക്കി നിന്റെ കൂടെ നിൽക്കും. യാഹ്വേ ഷമ്മ നിന്നെ വിട്ടുപോകത്തില്ലെന്ന്. ഈ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു നാളും നമ്മളെ ഉപേക്ഷിച്ച് പോകാനായിട്ടല്ല. ആ ദൈവം ഭൂമിയിൽ വന്ന്
തൻ്റെ രക്ഷാകര കൃത്യം പൂർത്തിയാക്കി അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു പോയതല്ല, അവൻ തന്നെ പോലെ തന്നെ കഴിയുന്ന ഒരാളെ നമുക്ക് ഏർപ്പാടാക്കി തന്നിട്ടാണ് പോയത്. അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ യാഹ്വേ ഷമ്മ എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവായി നമ്മുടെ അടുത്തേക്ക് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു, കൂടെ നടക്കുവാനായി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് തിരികെ പോകാത്തത്? കാരണം ഒന്നേ ഉള്ളൂ: നീ ഇല്ലാത്ത സ്വർഗം അവന് കംപ്ലീറ്റ് അല്ലെന്നേ. ആമേൻ. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനായാലും എന്നെ കേൾക്കുന്ന നിങ്ങളായാലും നമ്മളില്ലാത്ത സ്വർഗം അവന് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് പോകാതെ എപ്പോഴും ഭൂമിയിൽ തന്നെ നിൽക്കുന്നത്. എപ്പോഴാണോ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്ന എപ്പോഴാണോ, ആ സമയത്തെ അവനും തിരികെ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. കാരണം തൻ്റെ മക്കളെ ഉപേക്ഷിച്ച് അവന് പോകാൻ പറ്റത്തില്ലെന്നേ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ദൈവം കൂടെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വെയിലാറിയപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ആദവും ഹവ്വായും പാപം ചെയ്തു, അവർ നഗ്നരാണെന്ന് പറഞ്ഞു, അത്തിയിലെ കൂട്ടി അവർ വസ്ത്രം തുന്നിക്കെട്ടി. വെയിലാറി കഴിഞ്ഞപ്പോൾ, സായംകാലമായപ്പോൾ ദൈവം ഉലാത്തുവാനായിട്ട് വന്നു. ദൈവം ഒറ്റയ്ക്ക് ഉലാത്തുവാൻ വന്നതല്ല, ദിവസവും സായം സന്ധ്യയിൽ വൈകുന്നേരങ്ങളിൽ ദൈവം ആദത്തോട് കൂടെ നടന്നിരുന്നു. കൃത്യസമയമായപ്പോൾ ദൈവം ആദത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഉൽപ്പത്തി മുതലേ നമുക്ക് കാണാൻ പറ്റും, ദൈവം മനുഷ്യനെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. അവൻ ദൈവം എന്ന് പറയുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് ഒരു നാളും നമ്മളെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവമല്ല. അത് മനസ്സിലാക്കുക. സാധാരണ മറ്റു മതങ്ങളിൽ നിന്ന് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ വിഭിന്നമാക്കി നിർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അറിഞ്ഞുകൊള്ളുക, ബാക്കിയുള്ള സകല മതങ്ങൾക്കും അവർ ആരാധിക്കുന്ന ദൈവമെന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന, അവർ സങ്കല്പിക്കുന്ന ആ സാങ്കല്പിക സ്വർഗലോകത്തിൽ ഇരുന്നു കൊണ്ട് കുറ്റം വിധിക്കുന്ന ഒരു ന്യായാധിപനെയാണ് അവർ കണ്ടിട്ടുള്ളത്. എന്നാൽ ക്രിസ്ത്യാനിക്ക് ദൈവമെന്ന് പറയുന്നവൻ ന്യായാധിപനല്ല, സ്വർഗത്തിൽ വലിയ സിംഹാസനത്തിനകത്ത് നമ്മുടെ കുറവുകൾ കാണാനിരിക്കുന്ന ഒരുവനല്ല. ക്രിസ്ത്യാനിക്ക് ദൈവമെന്ന് പറയുന്നവൻ കൂടെ നടക്കുന്ന സാന്നിധ്യമാണ്, കൂടെ ഇരിക്കുന്നവനാണ്. ഏത് സാഹചര്യത്തിലും, നിന്റെ പ്രതിസന്ധികളിലും, നിന്റെ സന്തോഷത്തിലും, ദുഃഖത്തിലും, നിന്റെ വീഴ്ചയിലും, തകർച്ചയിലും, നിന്റെ ഉയർച്ചയിലും, എല്ലാ നേരത്തും ആ ദൈവം നിന്റെ കൂടെ കാണും. ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. തകർച്ചയുടെ സമയത്ത് ദൈവം കൂടെ കാണുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ദൈവം തകർച്ചയുടെ ദൈവമാണ്. അല്ല, നീ തകർന്ന് വീഴുവാൻ നോക്കി നിൽക്കുന്ന ശത്രുക്കൾ നിന്റെ തകർച്ചയ്ക്ക് വേണ്ട കെണികൾ ഒരുക്കുമ്പോൾ, നീ തകരാൻ തുടങ്ങുന്ന സമയത്ത് ആ ദൈവം നിന്റെ അടുത്തേക്ക് വരും. എന്തിനാണെന്നറിയാവോ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ അടുത്തേക്കുള്ളത്? അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് തകരാൻ പറ്റത്തില്ലെന്നേ. കാരണം എൻ്റെ ദൈവം തകർന്നു പോയവനല്ലെന്നേ. ആമേൻ. നിന്റെ ദൈവം തകർന്നു പോയവനല്ല. ആ ദൈവം തകർന്നവനല്ല എന്നുണ്ടെങ്കിൽ ആ യാഹ്വേ ഷമ്മ നിന്റെ കൂടെ ഉള്ളപ്പോൾ നിനക്കും തകരാൻ പറ്റത്തില്ല. നിന്നെ തകർക്കുവാൻ നോക്കുന്ന, നിന്നെ പരാജയപ്പെടുത്താൻ നോക്കുന്ന, നിന്നെ തീർക്കുവാൻ നോക്കുന്ന, നിന്റെ ജീവിതത്തിൻ്റെ പരാജയം കണ്ട് സന്തോഷിക്കാൻ നോക്കുന്ന പരിഹാസികളുടെ മുൻപിൽ ദൈവം നിനക്ക് സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ, ആനന്ദത്തിൻ്റെ വിരുന്നൊരുക്കുന്ന ദിവസമായിരുന്നു ഈ യാഹ്വേ ഷമ്മ. നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, അറിഞ്ഞോ, തോൽക്കില്ല, തീരില്ല, തകരില്ല. കാരണം ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അവന് തോക്കാൻ പറ്റത്തില്ല. അവൻ്റെ ജീവിതം തീരില്ല, അവൻ്റെ ജീവിതം തകർന്നു മാറില്ല. പലപ്പോഴും പല മനുഷ്യരും ജീവിതത്തിനകത്ത് പകച്ചു പോവുകയും തകർന്നു പോകുന്നതിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ: അവർ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ്. മനുഷ്യൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും തോൽവി സംഭവിക്കും. പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തോൽക്കാൻ പറ്റില്ല. ദൈവം കൂടെയുള്ള ഏക ജനസമൂഹം നമ്മൾ മാത്രമാണ്. ജീവനുള്ള ഏക സത്യദൈവം കൂടെയുള്ള ഏക സമൂഹം നമ്മൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അറിഞ്ഞോ, തോൽക്കത്തില്ല, തീരത്തില്ല, തകരത്തില്ല. യാഹ്വേ ഷമ്മയായവൻ കൂടെ നടക്കുന്ന ദൈവം. എന്തിനാണെന്നറിയാവോ? നിന്റെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറ്റുവാനായിട്ട്, നിന്റെ പരാജയത്തിൽ നിന്ന് നിന്നെ വിജയാളിയാക്കി മാറ്റുവാനായിട്ട്, നിന്റെ തകർച്ചയിൽ നിന്ന് നിന്റെ ഉയർച്ചയിലേക്ക് നിന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, തകർന്നു കിടക്കുന്ന ജീവിതത്തെ ഒന്ന് പണിയുവാനായിട്ടാണ് ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നത്. ഒന്നും കൂടെ അറിഞ്ഞോ, ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി ഇങ്ങനെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്: നീ ആരുടെ കൂടെ നടക്കുന്നുവോ അവരുടെ സ്വഭാവം നിന്റെ മുന്നിൽ വെളിപ്പെടാൻ തുടങ്ങും. യാഹ്വേ ഷമ്മ നിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യം നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ, അറിഞ്ഞോ, യു വിൽ ബി ട്രാൻസ്ഫോംഡ്. നീ രൂപാന്തരപ്പെടും. നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് നീ രൂപാന്തരപ്പെടും. ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നതും അതിനുവേണ്ടി മാത്രമായിട്ടാണ്, നിന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, തൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ, ആ ദൈവിക സ്വഭാവത്തിലേക്ക് നിന്നെ മാറ്റുവാനായിട്ടാണ് ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗവാക്കായി
ദൈവിക നന്മകൾ സ്വീകരിച്ച് ദൈവിക ഉടമ്പടിയിൽ ജീവിച്ച് ദൈവം നൽകുന്ന സകല നന്മകളും സ്വീകരിക്കുവാൻ നിന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് കർത്താവ് നിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ ബോധ്യം നിന്റെ അടുത്തിരിക്കട്ടെ. യാഹ്വേ ഷമായായവൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയില്ല. അവൻ നിന്നെ ഒരു നാളും മറക്കില്ല. ആ ദൈവത്തിന് നിന്നെ മറക്കുവാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല. കാരണം മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. യാഹ്വേ ഷമ എന്ന എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞോ, ആ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവൻ യുഗാന്ത്യത്തോളം നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, അവൻ നിന്റെ കൂടെ ഇപ്പോഴുമുണ്ട്. എന്നെ കേൾക്കുന്ന ഈ സമയത്തും അവൻ നിന്റെ അടുത്തുണ്ടെന്നേ. ആ സാന്നിധ്യം അറിയുവാനായി നീ ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. അവനോട് കർത്താവേ എനിക്ക് നിന്റെ സാന്നിധ്യം ഒന്ന് തുറന്നു തരണമെന്ന് ചോദിക്കുന്ന ആ മാത്രയിൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ മേലേക്ക് പകരപ്പെടും. അത് മതി. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. മറ്റാരൊക്കെ കൂടെ ഇല്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ അറിഞ്ഞോ, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ലോകപരമായി 1000 പേര് നിനക്കെതിരെ നിന്നാലും ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരാളെ എന്ന പോലെ സകല ശത്രുക്കളെ നിഗ്രഹിക്കും. തിരുവചനത്തിനകത്ത് പറഞ്ഞതാണ് അങ്ങനെ. എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിലുകൾ ചാടിക്കടക്കുമെന്ന് പറഞ്ഞു. അതെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വലിയ സൈന്യം നിനക്കെതിരെ വന്നാലും അതിനെ ഭേദിക്കാൻ തക്ക രീതിയിൽ കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടും. നിനക്കെതിരെ ദുഷ്ടം കിട്ടുന്ന കെട്ടുകളെയെല്ലാം എൻ്റെ ദൈവം പൊട്ടിക്കുവാനേ. കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ ബോധ്യം ഇരിക്കട്ടെ. ആ ബോധ്യത്തിൽ ജീവിക്ക്. യാഹ്വേ ഷമായുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്ക്. യാഹ്വേ ഷമ എന്നാൽ പരിശുദ്ധാത്മാവ്. ആ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്ക്. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഈ വെളിപാടിൽ ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പൂരിതരായിരിക്കും. കർത്താവിൻ്റെ കാര്യം നിങ്ങളോട് കുറിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.